അപ്പോൾ ഗായ്സ് ബാക്ക് ടു വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊട്ടിയ എൽബോ ഒന്ന് ക്ലിയർ ചെയ്യലാണ്. ഞാനത് കാണിച്ചു തരാം. കുറച്ച് ടാസ്ക് ആയിട്ടുള്ള വർക്കാണ്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്ക് ഗായ്സ്. ഇത് കണ്ട, ഇത് പൊട്ടിപ്പോയൊരു എൽബോ ആണ്. നമ്മൾ ഒന്ന് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ജസ്റ്റ് ഇതെങ്ങനെ മാറ്റാമെന്ന് ഞാൻ എങ്ങനെ കാണിച്ചു തരാം. ഇതേപോലെ മിക്കയിടത്ത് സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ മാറ്റേണ്ടത് കാണിച്ചു തരാം. ഇപ്പോൾ സൈഡ് നമ്മൾ മൊത്തം ഞാൻ ക്യാമറ അടിച്ചൊന്ന് ക്ലിയർ ചെയ്യും. എന്നിട്ട് ഇതെങ്ങനെ ശരിയാക്കാൻ വേണ്ടിയെന്ന് കാണിച്ചു തരാം. അപ്പോൾ കാശ് ഇതാണ് നമ്മുടെ പൈപ്പ്. മൊത്തത്തിൽ പൊട്ടിയിരിക്കുകയാണ്. AC-യുടെ പൈപ്പാണ്. അപ്പോൾ ഇത് നമ്മൾ സൈഡൊക്കെ ക്ലിയർ ചെയ്ത് ഇന്ന് ജസ്റ്റ് ചൂടാക്കാൻ വേണ്ടിയാണ്. ചൂടാക്കിയിട്ട് പയ്യെ പൈപ്പ് പൊട്ടാണ്ട് കുത്തിയെടുക്കാനുള്ള പരിപാടിയാണ് നോക്കുന്നത്. അപ്പോൾ കാശ് നമ്മൾ ആ പൈപ്പ് പൊട്ടിയിരിക്കുന്ന പീസ് ചൂടാക്കിയിട്ട് നൈസായിട്ടൊരു കയറ്റം വിട്ടിട്ട് നമ്മൾ കട്ട് ചെയ്ത് നിർത്തിയേക്കുന്നതാണ്. ജസ്റ്റ് കാണാൻ പറ്റും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ. നമ്മളിപ്പോൾ ഒരു കയറ്റം നിർത്തിയിട്ട് ആ എൽബോന്നൊരു കയറ്റം നിർത്തിയിട്ട് ഇട്ടേനാണ്. ഇനി നമ്മൾ ലോങ് കപ്ലിങ് അടിച്ച് ചൂടാക്കി അടിയിലത്തെ പീസ് അടിയിൽ പോയി കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ഒട്ടിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള വർക്കിലേക്ക് പോകണം. അപ്പോൾ ഗൈസ് നമ്മൾ ഒട്ടിച്ച് വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഭാഗ്യത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ പണി കിട്ടുന്നതാണ്. ഭാഗ്യത്തിന് പണി തീർന്നു. അപ്പോൾ മാക്സിമം നമ്മൾ ഇങ്ങനെ കൺസീൽഡായി പോണ എൽബോയും ഫ്ലോറിൽ പോണ എൽബോയൊക്കെ മാക്സിമം ഗേജ് കൂടിയത് തന്നെ ഇടാൻ ശ്രമിക്കുക. ഇതിപ്പോൾ ഗേജ് കുറഞ്ഞായിരുന്നു ഇട്ടേച്ച്. ഗേജ് കുറഞ്ഞ ലോക്കൽ പീസായിരുന്നു ഇട്ട്. അതാണ് പെട്ടെന്ന് പൊട്ടിപ്പോയത്. നമ്മൾ മാക്സിമം ഒരു 10 kg എൽബോയ്ക്ക് ഇടാമെന്ന് വിളിക്കുക. കാരണം പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഗേജ് കൂടിയതൊക്കെ ഇട്ട് പണിയാൻ ശ്രമിക്കുക താഴത്ത് കൺസീൽഡ് ഫ്ലോറിൽ വരുമ്പോൾ. ഓക്കെ, അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ് ചെറിയ പണിയായിരുന്നു. പണി കഴിഞ്ഞ് അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ എന്നാൽ എപ്പോഴും പറയാനുള്ളത് തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീഡിയോ കാണാം.